സ്വർഗം തുറക്കും. രക്ഷാകരമോസ്തി ശത്രുവിൻ അണികൾ തകർത്താൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലെ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ മാനസമണി ഭൂവിലിൽ നായകാഞ്ഞങ്ങൾ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകന്നേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവിൻ നീവരേണമേ മാനസമണി ഭൂവിലിൽ നായകാഞ്ഞങ്ങൾ നാവിനാലങ്ങി ശ്രീകസംഗീതം പാടുന്നു. രോഗമുള്ളവ സൗഖ്യമാക്കുക, ഭീതിയിൽ ധൈര്യം നൽകുക. ആറിപ്പോയതു ചൂടു നൽകുക, പാടുന്നീ നനയ്ക്ക. സംഗീതം പാടുന്നു.
ദൈവമേ, ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്തുരാജ്യത്വ ഭക്തി പ്രചരിപ്പിക്കാനും ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കാനും കടപ്പെട്ടവരായ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും തിരുമുൻപിൽ അർപ്പിക്കാം. ഞങ്ങളുടെ ദൈവവും രക്ഷകനും രാജാവുമായ ക്രിസ്തുനാഥ, ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണം വരിക്കാൻ തക്കവിധം അങ്ങ് ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചുവല്ലോ. ഈ സ്നേഹത്തിൽ അടിയുറച്ചുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ അങ്ങിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ വീണ്ടെടുത്തവരായ ഞങ്ങൾ പാപമോചനം ലഭിച്ച് അങ്ങയുടെ രാജ്യത്തിന് അവകാശികളാകുമെന്ന് പ്രത്യാശിക്കുന്നു. സർവസ്നേഹത്തിനും യോഗ്യനായ അങ്ങയെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും അടിയുറച്ച് ഞങ്ങളുടെ ജീവിതയാത്ര പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവരുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭൂവാസികളെ ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സുസ്ഥിരനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെ പറ്റി പ്രഘോഷിക്കും. അവിടുത്തെ പ്രതാപത്തിന്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റി, അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പറ്റി ഞാൻ ധ്യാനിക്കും. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്തനെ സ്തുതിക്കുവിൻ. ജനപദമേ കർത്താവിൻ നാമം പുകഴ്ത്തുവിൻ. കർത്തനെ സ്തുതിക്കുവിൻ. ജനപദമേ കർത്താവിൻ നാമം പുകഴ്ത്തുവിൻ. അവിടുത്തെ കാരുണ്യം ശക്തമല്ലോ. അവിടുത്തെ രാജ്യം നിത്യമല്ലോ. അവിടുത്തെ സ്നേഹം ശാശ്വതമേ ശാശ്വതമേ. ജനതകളേ കർത്തനെ സ്തുതിക്കുവിൻ. ജനപദമേ കർത്താവിൻ നാമം പുകഴ്ത്തുവിൻ. നാവിനെ ഞാൻ സ്നേഹിക്കും. കൂരിരുൾ നിറയുമീ രാവാകിലും കർത്താവിനെ
സ്നേഹിക്കും. കൂരിരുൾ നിറയും നീരാവാകിലും കർത്താവിനെ സ്തുതിക്കും. എന്റെ ദൈവം കരുണാമയം ദയാപരൻ, എന്നെ നിത്യം രക്ഷിപ്പവൻ. കർത്തനെ സ്തുതിക്കും. ജനപദമേ കർത്താവിനാൽ പുകഴ്ത്തുവിൻ. ശത്രുവിൻ കെണിയിൽ വീണാൽ അവൻ പാലിക്കും. തൻ പ്രാണനായി കരുതുന്നവൻ നിഴലാൽ പിന്തുടരും. അലിവുള്ളവൻ അനുയാത്രിയിൽ എന്നെ നിത്യം രക്ഷിപ്പവൻ. കർത്തനെ സ്തുതിക്കും. ജനപദമേ കർത്താവിനാൽ പുകഴ്ത്തുവിൻ. അവിടുത്തെ കാര്യം ശക്തമല്ലോ, അവിടുത്തെ രാജ്യം നിത്യമല്ലോ, അവിടുത്തെ സ്നേഹം ശാശ്വതമേ ശാശ്വതമേ. ജനതകളെ കർത്തനെ സ്തുതിക്കും. ജനപദമേ കർത്താവിനാൽ പുകഴ്ത്തുവിൻ. ദുഃഖിതർക്കും പീഡിതർക്കും സമാശ്വാസമരുളുന്ന ക്രിസ്തു മൊഴികൾ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ,
സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവസൃഷ്ടാവും പിതാവുമായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷയ്ക്കായി അവതരിച്ച പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകസ്വരൂപനായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗഭൂലോകങ്ങളുടെ രക്ഷകനായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനന്ത സ്നേഹത്തിന്റെ നാഥനായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗുരുവും നാഥനുമായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളെ അധികമായി സ്നേഹിച്ച ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാൽവരിമലയിൽ സ്നേഹബലിയായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയരക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗം വെടിഞ്ഞ് കാലിത്തൊഴുത്തി പിറന്ന ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന് പ്രകാശമായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ സ്തുതിക്കും യോഗ്യനായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രാജാതിരാജനായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാംസം ധരിച്ച വചനമായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല കളന് പരദീസ വാഗ്ദാനം ചെയ്ത ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവന് പുനരുത്ഥാനവുമായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശക്കുന്നവർക്ക് അപ്പമായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവപുത്രനായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യപുത്രനായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഹനദാസനായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിശാചുകളെ ശാസിച്ചകറ്റുന്ന ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാവങ്ങളെ മുൾമുടിയായി ശിരസിലണിഞ്ഞ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യാന്മാരുടെയും പ്രകാശമായ ക്രിസ്തുരാജ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുരാജൻ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച പീഡകളോർത്ത് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ക്രിസ്തുനാഥൻ ഞങ്ങളെ ചൊരിഞ്ഞ അനന്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അർപ്പിച്ച സ്നേഹബലിയെ ഓർത്ത് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. പാപങ്ങൾക്ക് മോചനമേകി അവിടുത്തെ കൃപയെ ഓർത്ത് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി സ്വയം വിരുന്നായ അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കാരുണ്യത്തെ ഓർത്ത് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. പാപമോചനം നൽകുന്ന തിരുഹിതത്തെ ഓർത്ത് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. മരണത്തെ ജയിച്ച അങ്ങയുടെ തിരുവുത്ഥാന മഹിമയെ ഓർത്ത് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. ക്രിസ്തുരാജ, അവിടുത്തെ രാജ്യത്വം പ്രചരിപ്പിക്കാനും ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കാനും കടപ്പെട്ടവരായ ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. അവിടുത്തെ ആഗമനത്തോടുകൂടി ദൈവരാജ്യം ഞങ്ങൾക്ക് സമീപസ്ഥമായി അനുതാപമൂർന്ന ഹൃദയത്തോടെ ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരുവാനും ദൈവരാജ്യത്തിന്റെ നിത്യ അവകാശികളാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിന്മയുടെ ദാസ്യത്തിൽ നിന്നും മോചനം നേടി അങ്ങേക്ക് അനവരതം ശുശ്രൂഷ ചെയ്യാനും അവിടുത്തെ മഹത്വത്തിൽ നിന്നും വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ സഹായിക്കുന്നു.
തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. നമ്മുടെ കർത്താവും സർവ്വലോകത്തിന്റെ അധിപനുമായ ക്രിസ്തുരാജ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും പരസ്നേഹ പ്രവൃത്തിയിലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ ക്രിസ്തുരാജന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് യാചിക്കാം. വിശ്വാസം പകരുന്ന തിരുസഭയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പി, രൂപതാധ്യക്ഷൻ അഭിവന്യ സെൽവരാജൻ പിതാവിനെ, സമസ്ത സഭാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രശ്നകലുഷിതമായ ജീവിത പ്രതിസന്ധികളിൽ അങ്ങയാൽ ആശ്രയിക്കുവാനും വിശ്വാസസ്ഥിരത കൈവരിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബസമാധാനവും സ്നേഹവും നീതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്തുവാനും അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും വിദ്യാഭ്യാസ അഭിവൃദ്ധിയിലേക്ക് നയിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുഞ്ഞുമക്കൾ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും കൂദാശ സ്വീകരണത്തിലും വളർന്ന് മാതൃകാ ജീവിതം നയിക്കുവാനും അവർക്ക് ലഭിച്ച വിശ്വാസം തലമുറകളിലേക്ക് ഭദ്രമായി കൈമാറാനും കൃപ ചെയ്യണമെന്ന് ക്രിസ്തുരാജ അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് ഉപജീവനത്തിന്റെ മാർഗം നൽകി അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവാഹ തടസ്സം നേരിടുന്ന യുവജനങ്ങൾക്ക് കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾ തങ്ങളുടെ ദൈവവിളി തിരിച്ചറിയുവാനും മുതിർന്നവർ തങ്ങൾക്ക് സ്വീകരിച്ച ദൈവവിളിക്കനുസൃതം ജീവിതം നയിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അക്രമത്തിനും അടിമകളായ യുവജനങ്ങളെയും കുടുംബസ്ഥരെയും മാനസാന്തരത്തിന്റെ പാതയിൽ നയിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അന്നു വേണ്ട ആഹാരത്തിനായി അധ്വാനിക്കാൻ കഴിയാതെയും രോഗത്താലും കടഭാരത്താലും ഉഴലുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആരോഗ്യമില്ലാതെ വാർദ്ധക്യത്തിന്റെ അരിഷ്ടതയിൽ കഴിയുന്നവരെ അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇഹലോഹവാസം വെടിഞ്ഞ സകല ആത്മാക്കളുടെയും പാപകടങ്ങൾ പുറത്ത് നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് ക്രിസ്തുരാജ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുരാജ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുരാജ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലി ലഭിച്ചതിന് ക്രിസ്തുരാജന് നന്ദി അർപ്പിച്ചുകൊണ്ട് അമല് പ്രാർത്ഥിക്കുന്നു. AMC പരീക്ഷ പാസ്സാകാൻ നീരജ പ്രാർത്ഥിക്കുന്നു. ഒരു ജോലി ലഭിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നീതു ആരാധനയിൽ പങ്കുചേരുന്നു. ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനായിട്ട് ഷിജു, വിജി, അജീഷ് ഇവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി വിജയപ്രദമായി ചെയ്യുവാനുള്ള കൃപയ്ക്കായിട്ട് ലിബു എസ് ലോറൻസ് പ്രാർത്ഥിക്കുന്നു. PhD പൂർത്തിയാക്കുവാനുള്ള തടസ്സം മാറുവാനായിട്ട് ലിമായസ് ലോറൻസ് പ്രാർത്ഥിക്കുന്നു. ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായിട്ട് ലിയ മരിയ പ്രാർത്ഥിക്കുന്നു. ലോറൻസ്, സുശീല ഫാമിലി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ്, വിജയകുമാരി ഇവര് കർത്താവ് നൽകിയ നന്മകൾക്ക്
നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അഞ്ജു, റോമീന, അജേഷ്, മെറിൻ, അഞ്ജനയും കുടുംബവും ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറുന്നതിനായിട്ട് സുനിത പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് വിമൽ, ജയരാജ്, പുഷ്പലത, മക്കൾ ജിബിൻ വി പി രാജ്, ബിബിൻ വി പി രാജ്, ആഷ്ന രാജ് എന്നിവര് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 13ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മനോജ്, മോനിഷ ദമ്പതികൾക്ക് വിവാഹ വാർഷികത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു. അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ആരാധനയിലോർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മക്കൾ മിൻസ, മിജോ ഇവരെയും ഈ ആരാധനയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് 18ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സാബു, സിന്ധു ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗം ദിവികാരന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹ വാർഷികത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും അവർക്ക് ഈ അവസരത്തിൽ നമുക്ക് ആശംസിക്കാം. യേശുദാസ്, ബീന, ആൻസി, അജീഷ് ദാസ്, സാജൻ, രാഖി, അനിരുദ്ധ്, അതിരുദ്ധ്, സെൽവി എന്നിവര് ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബിജു ജോളി, മക്കൾ വിപിൻ, വിദ്യ ജോളി, ധന്യ ജോളി ഇവര് ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനിൽകുമാർ, ആശ, മക്കൾ ആതിര, അനൂപ് എന്നിവര് കച്ചവടത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ തടസ്സങ്ങൾ മാറുവാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. പുഷ്പചന്ദ്രൻ, പ്രീത, മക്കൾ അർച്ചന, അഭിൻ രോഗ സൗഖ്യത്തിനായിട്ടും മക്കൾക്ക് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ശാലിനി പ്രാർത്ഥിക്കുന്നു. നീറ്റ് എക്സാം നന്നായിട്ട് എഴുതുന്നതിനായിട്ട് അപർണ പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിനായിട്ട് അഭിരാമി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ നിയോഗങ്ങളും ക്രിസ്തുരാജന്റെ സന്നിധി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ ഞെരുക്കങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ, ശക്തിപ്പെടുത്തുവാൻ, സൗഖ്യപ്പെടുത്തുവാൻ ക്രിസ്തുരാജൻ ഇവരുടെ എല്ലാ നിയോഗങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തുവാനും അവരുടെ ജീവിതത്തിൽ ഇടപെടുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങള് ദിവികാരന്റെ സന്നിധി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വ്യാപാര സ്ഥാപനം,
നന്നായി നടക്കുന്നതിനായിട്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാം മാറിക്കിട്ടുവാനായിട്ടൊരു സഹോദരി പ്രാർത്ഥിക്കുന്നു. ശാരീരിക സൗഖ്യവും മാനസിക സൗഖ്യവും നൽകി ആ സഹോദരിയെ അനുഗ്രഹിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞിൻ്റെ ശാരീരിക അസ്വസ്ഥതകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സൗഖ്യം ആ കുഞ്ഞിലേക്ക് ഒഴുകിയിറങ്ങാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കടബാധ്യതയില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ജോലിയില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരിയെ, കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സഹോദരിയെ, ആ സഹോദരിയുടെ എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ദേവാലയത്തിലായിരുന്നുകൊണ്ട് ക്രിസ്തുരാജ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോ നിയോഗങ്ങളും ഈശോ കേൾക്കുവാൻ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൽ നിന്ന് അനുഗ്രഹവും സൗഖ്യവും വിടുതലും കൃപയും പ്രാപിക്കാനായിട്ട് തീഷ്ണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുള്ള എല്ലാവരെയും ക്രിസ്തുരാജ സവിധത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ, ആശുപത്രികളിലൊക്കെ കഴിയുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സൗഖ്യത്തിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുരാജന്റെ രാജ്യത്വവും ദിവ്യമഹിമയും അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിപൂർവ്വം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരയണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രാജാതിരാജന്റെ മാതാവും സ്വർഗീയ രാജ്ഞിയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാധ്യസ്ഥം ജീവിതത്തിലുടനീളം ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ എന്നും നിനക്ക് സഹായമായിക്കട്ടെ. സിയോനിൽ നിന്ന് നിന്നെ തുണയ്ക്കട്ടെ. നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ. നിന്റെ ദഹന ബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. ദൈവം നമ്മോട് കൃപ കാണുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. സാഷ്ടാംഗം വീണുന്നു കർത്താവിൻ കൂദാശയെ നവീനീയവത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂർവിക സാദരം
വിശ്വാസത്തിൽ വിധി നീ ദൈവപിതാവി തന്നേകജാത സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവീനും ഔവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്ന ആഴുക തൃത്വൈ ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനോടെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു ജീവനോടെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
കൃപയ്ക്കായും സ്തോത്രങ്ങൾ. പാരിതിന്നതി നാഥനാമങ്ങെ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽ പിതാവാകുമങ്ങയെ ആരാധിക്കും ആരാകെ ആരാധിക്കുന്നു ആരാകെ. ഭൂവും വാനവും തന്മഹീമയ പിന്നീടും നന്നു സന്തതം. ശ്രീയും ദിവ്യ പ്രേക്ഷിതർ ധന്യ ദിവ്യന്മാർ വേദ സാക്ഷികൾ. നിത്യാനന്ദം പ്രതാപവാനങ്ങൾ വാഴ്ത്തിയിടും നിരന്തരം വാഴ്ത്തിയിടും നിരന്തരം. പ്രഭവമീഴും രാജനാടു ക്രിസ്തുനാഥ മഹിമത. ഉന്നതനായ താതൻ തന്നോട് ദിവ്യനാം സൂനുവാണുതീ. മർത്യരെ രക്ഷയ്ക്കായി കന്യകയും അങ്ങോ മന്നീടെ ജാതന അങ്ങോ മന്നീടെ ജാതന. ചോണിതീനി വീണ്ടെടുത്തൊരി ദാസരിൽ നിൻകൃപാമൃതം ചിന്തനീയെന്നും യാചിപ്പൂ ഞങ്ങൾ സന്തതം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതം ഒത്തുചേരാൻ കനിയണേ ഒത്തുചേരാൻ കനിയണേ. Over
നൽകണേ. ആശ്രയി ജീവൻ തീവ്രമായ തിങ്ങും കാരും പുൽകുവാൻ അർപ്പിച്ചു നിന്നിൽ ആശ സർവവും ക്ലേശം ലജ്ജിക്കയില്ല ഞാൻ, ക്ലേശം ലജ്ജിക്കയില്ല ഞാൻ. ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായി എന്റെ സ്തോത്രങ്ങൾ. ദൂതന്മാരിവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും ക്രോവിശ്രപ്പിൻ വൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശന ദൈവം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. നിസ്തുലൻ പ്രഭപൂരിതൻ നാദം നിത്യനാമിക സൂനുവേ പാവനാത്മ പ്രിയേക ദൈവമേ സ്തോത്രമെന്നു നിൽക്കുമേ. ലോകമാകവെ പാവനം സദാ കീർത്തിക്കും നന്ദി സാദരം കീർത്തിക്കും നന്ദി സാദരം. മൃത്യുവിജയിച്ചെന്നു മക്കൾക്കായി സ്വർഗവാതിൽ തുറന്നതോ ദൈവത്തിൻ്റെ വലതു ഭാഗത്തായി വാഴ്വോ നീ നവ്യ ശോഭയിൽ. അങ്ങോ താൻ വിധിയാളനായി വരും എന്നും വിശ്വസിക്കുന്നീവർ എന്നും വിശ്വസിക്കുന്നീവർ.
നിത്യവും നീ ഭരിക്കുക നിൻ ജനങ്ങൾ ഉന്നതിയവർ ഏകനേ നിത്യവും ഞങ്ങളെ വാഴ്ത്തുന്ന പാവനാമവും സദാ പാവനാമവും സദാ ദൈവദൂതനി നിരക്കുന്നു ദൈവനാളം പിഴി തുറക്കുന്നു കുഞ്ഞാടി ബലിയിൽ അണയാൻ പറ്റാതരവാ തിരുനിലൊഴുകും കാൽവഴി കയറാ നിർമ്മലര സ്നേഹിതര തീരാ ദൈവദൂതരണി നിരക്കുന്നു ദൈവനാമം പിഴി തുറക്കുന്നു ഞാനാകും മെഴുതിരി ഉരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ എന്നിൽ നിന്നാ പ്രഭ കൈമാറിയാലേ നമ്മള നവസമൂഹമാകൂ വിളിയിൽ അണയാൻ പറ്റാതരവാ തിരുനിലൊഴുകും കാൽവഴി കയറാ നിർമ്മലര സ്നേഹിതര തീരാ ദൈവദൂതരണി നിരക്കുന്നു ദൈവനാമം പിഴി തുറക്കുന്നു
അനുതാപം ഹൃദയത്തിൽ ഒഴുകിയാലേ ത്യാഗത്തിൻ ബലി വസ്തുവാകൂ. അന്യനായെന്നും തേച്ചൊരിഞ്ഞാലേ ദിവ്യമാ സ്നേഹനാളമാകൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. യേശുക്രിസ്തുവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പരിശുദ്ധമായ ഈ ആലയത്തിൽ കർത്താവിൻ്റെ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നാം ഈ ക്രിസ്തുരാജ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. ക്രിസ്തുരാജനിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ നമ്മളോട് പറയുന്നുണ്ട്. വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച്, അത് മുളച്ചു വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വചനമാകുന്ന വിത്ത്, നന്മ നിറഞ്ഞ നമ്മുടെ ജീവിതമാകുന്ന ആ വിത്ത്, അത് വളരുന്നത് ചിലപ്പം നമുക്ക് കാണാൻ കഴിയില്ല നോക്കി നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഈ വിത്ത് വളർന്നോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. അതുപോലെയാണ് നമ്മളിലുള്ള നന്മയും, നമ്മളിലുള്ള ദൈവത്തിൻ്റെ ആ വലിയ കരുതലും സ്നേഹവും ഒക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൽ വളരുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല. എന്നാൽ വളരുന്നുണ്ട്. നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച, ദൈവിക പുണ്യങ്ങളിലുള്ള ഒരു വളർച്ച, അത് ദൈവം നമ്മളെ നടത്തുന്നുണ്ട് എന്നാണ് ഈശോയുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ചെടി പെട്ടെന്ന് വാടുകയോ അല്ലെങ്കിൽ പുഴുക്കുത്തേൽക്കുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെയാണ് തിന്മയുടെ സ്വാധീനം, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ നന്മ വളരുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് ഈശോ വചനത്തിലൂടെ നമുക്ക് തരുന്നത്. വചനം ശ്രവിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവിൻ്റെ ദിവ്യ വിരുന്നിൽ പങ്കുചേരാൻ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. ഇന്നത്തെ ബലിയിൽ നമുക്ക് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോലി ലഭിച്ചതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അമ്മല് പ്രാർത്ഥിക്കുന്നു. AMC പരീക്ഷ പാസ്സാകാനായിട്ട് നീരജ പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കാനായിട്ട് നീതു പ്രാർത്ഥിക്കുന്നു. ഷിജു, വിജയ, അജീഷ് എന്നിവര് ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാനായിട്ട്, ജോലി വിജയപ്രദമായി ചെയ്യുവാനായിട്ട് ലിബു എസ് ലോറൻസ് പ്രാർത്ഥിക്കുന്നു. PhD പൂർത്തിയാക്കാനുള്ള തടസ്സങ്ങൾ മാറാനായിട്ട് ലിമയസ് ലോറൻസ് പ്രാർത്ഥിക്കുന്നു. ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ലിയ മരിയ പ്രാർത്ഥിക്കുന്നു. ലോറൻസ് സുശീല കുടുംബം പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് വിജയകുമാരി കുടുംബം പ്രാർത്ഥിക്കുന്നു.
അഞ്ജു, റോമിന, അജേഷ്, മെറിൻ, അഞ്ജനയും കുടുംബവും പ്രത്യേകം അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കടബാധിതമാർന്നതിനായിട്ട് സുനിത പ്രാർത്ഥിക്കുന്നു. വിമൽ രാജ്, പുഷ്പലത, മക്കൾ ജിബിൻ രാജ്, ബിപിൻ രാജ്, ആഷ്ന രാജ് ഇവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 13ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മനോജ്, മോനിഷ ദമ്പതികൾക്ക് വിവാഹ വാർഷികത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മക്കൾ മിൻസ, മിജോ ഇവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാബു, സിന്ധു ദമ്പതികളുടെ 18ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വിവാഹ വാർഷികത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുദാസ്, ബീന, അൻസി, അജീഷ് ദാസ്, രാജൻ, രാഹി, അതിരുത്ത്, സിൽവി എന്നിവരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ബിജു, ജോളി, മകൾ ബിപിൻ, വിദ്യ ജോളി, ധന്യ ജോളി എന്നിവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനിൽകുമാർ, ആശ, മക്കൾ ആതിര, അനൂപ്, മാതാ ഫ്രൂട്ട്സ് കച്ചവടത്തിനും ഭവനത്തിനും തടസ്സങ്ങൾ മാറുന്നതിനുമായിട്ട് പ്രാർത്ഥിക്കാം. പുഷ്പചന്ദ്രൻ, പ്രീത, മക്കൾ അർച്ചന, അവിൻ രോഗസൗഖ്യവും മക്കൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാലിനിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നീറ്റ് എക്സാം എഴുതുന്ന അപർണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് അഭിരാമിക്ക് വേണ്ടി നമുക്ക് ഈ വിലയിൽ പ്രാർത്ഥിക്കാം. ഇവരോടൊപ്പം നമ്മുടെ പ്രത്യേക നിയോഗങ്ങള് ക്രിസ്തുരാജ സന്നിധി സമർപ്പിച്ച് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ ബലി അർപ്പിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ശാന്തി
പുകഴ്ത്തുന്നു ആരാധിച്ചു പാടുന്നു ദൈവമേ പാടുന്നു ദേവസൂരി യേശുക്രിസ്തുവേ ദൈവമേ പാടുന്നു ദൈവത്തിൻ ദൈവത്തിൻ സൂര്യൻ സ്തുതിക്കുന്നു പാപം നികത്താവേ ലോകത്തിൻ പാപം നികത്താവേ പ്രാർത്ഥന പിതാവിന്റെ ആശത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ അങ്ങേ ഇഷ്ടാനുസരണം നയിക്കണമേ. അങ്ങനെ അങ്ങേ പ്രിയപുത്രന്റെ നാമത്തിൽ സൽപ്രവൃത്തികളാൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവവുമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ഒന്നാം വായന സമൂവേലിന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദും യോവാബിനെയും തന്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമേര്യരെ തകർത്ത് റബ്ന നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവൾ ആരാണെന്ന് അന്വേഷിച്ചു. എലിയാമിന്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ശേബയാണ് അവൾ എന്നറിഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദാവീദ് ആളയച്ചു. അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു. അവൾ ഗർഭം ധരിച്ചു. അവൾ ആളയച്ച് ദാവീദിനെ വിവരം അറിയിച്ചു.
അപ്പോൾ ദാവീദ് യോവാബിന് ഒരു സന്ദേശം കൊടുത്തയച്ചു, ഹിത്യനായ ഊറിയായെ എന്റെ അടുക്കലേക്ക് അയക്കുക. യോവാബ് ഊറിയായെ അങ്ങോട്ട് അയച്ചു. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിനെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു. പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഊറിയ കൊട്ടാരത്തിൽ നിന്ന് പോയി. രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. ദാവീദ് അവനെ ക്ഷണിച്ചു. അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ചു മത്തനാക്കി. എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല. രാജഭൃത്യന്മാരോടുകൂടെ തന്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് ഊറിയയുടെ കൈവശം യോവാബിന് ഒരു എഴുത്ത് കൊടുത്തയച്ചു. അവൻ ഇങ്ങനെ എഴുതി, ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായെ മുന്നണിയിൽ നിർത്തുക. പിന്നെ അവൻ വെട്ടേറ്റ് മരിക്കേണ്ടതിന് അവനെ വിട്ടു പിൻവാങ്ങുക. യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്കുള്ള ശക്തിയുള്ള ഒരു സ്ഥാനത്ത് ഊറിയായെ നിർത്തി. ശത്രു സൈന്യം യോവാബിനോട് യുദ്ധം ചെയ്തു. ദാവീദിന്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു, ഊറിയായും വധിക്കപ്പെട്ടു. കർത്താവിന്റെ വചനം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ. എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാഴപ്പോഴേ ഞാൻ പാപിയാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടുകൂടി. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സാദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വളരുന്നു. ആദ്യമില്ല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിനു കാലമാകുന്നതുകൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും?
അതൊരു കടുകുമണിക്ക് സദൃശമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും ചെറുതാണ്. എന്നാൽ പാകി കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിന്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ച് കൊടുത്തിരുന്നു. കർത്താവിന്റെ സുവിശേഷം. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയ എന്നെയും എൻ സർവവും നിൻ തിരുബലിയിൽ സ്നേഹമോടി മാറ്റണേ നിൻഹിതം പോലെ ഹൃദയകാലമതീകിടാ ഹൃദയപൂർവം സ്നേഹമോടി മാറ്റണേ നിൻഹിതം പോലെ. ആസയിൽ എന്നെയും നൽകാ ജീവിതം നിൻ സന്നിധി സ്നേഹമോടിരിയ സഹോദരനെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയായി ഭവിക്കാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗ്യതകൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിത ശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥം വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ട് മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളായി മുന്നേറുവാനും മഹത്വത്തിന്റെ അക്ഷയ കിരീടം അവരോടുകൂടെ കരസ്ഥമാക്കുവാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് ഇടയാക്കുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരതം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധം പരിശുദ്ധം സൈന്യത്തിൻ കർത്താവായ ദൈവം പരിശുദ്ധം. കർത്താവേ, സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാവുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കൂ. എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങളീയപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹനാക്കി തീർത്തതിനെയോട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കിരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെൽവരാജൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്രയുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൂസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. വരണം നിരാജം സ്വർഗത്തിലേക്കോ നിന്നുള്ള ആയിടേണം. അന്നു വീണ്ടുള്ള ആഹാരം ഞങ്ങൾക്കു നൽകുമായിടേണം. ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ,
ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപം നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടിൻ കനിയണമേ. ലോകത്തിൻ പാപം നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടിൻ കനിയണമേ. ലോകത്തിൻ പാപം നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടിൻ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളോ അനുഗ്രഹീത. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്ത അതുമാത്രം മതി ആത്മാവ് സുഖം നേടുവാൻ.
കൃപതൻ കൈകളിൽ അപ്പം എടുത്തവൻ ചൊല്ലി ചൊല്ലി മുറിയാ ഞാൻ നിങ്ങൾക്കാ ചൊരിയാ ചോര നിങ്ങൾക്കാ ഇതു ജീവന്റെ ദാനം ദൈവീകമാണി രഹസ്യം എമ്മാവൂസിന്റെ വഴിയിൽ നിന്നെ മറക്കുന്ന നേരം സഹയാത്ര ചെയ്തു വന്നു കൂടെ വസിക്കുന്നുവല്ലോ ഇതെല്ലാം സഹിച്ച് മഹിമാവ് പൂകിട്ടതല്ലേ മകനേ ഈ ദിവചനം മനസ്സിൽ കുറിക്കണമെന്നും Amen.
ജീവിതവിരുളിൽ താഴുമ്പോൾ നാഥ കൂടെ വസിച്ചാലുമന്ന് ആനേ നൊവിസ്തും നോവിനേ. എമ്മാവൂസിന്റെ വഴിയിൽ നിന്നെ മറക്കുന്ന നേരം സഹയാത്ര ചെയ്തു വന്നു കൂടെ വസിക്കുന്നുവല്ലോ. മിശിഹായിതെല്ലാം സഹിച്ച് മഹിമാവ് പോകേണ്ടതല്ലേ മകനേ ദിവ്യവചനം മനസ്സിൽ കുറിക്കണമെന്നും കൃപതൻ കൈകളിൽ അപ്പം എടുത്തവർ ചൊല്ലി ചൊല്ലി യേശുവിൻ തിരുനിഴലിൽ എന്നെ
വേർപിരിയാതെ ചേർക്കണമേ. ഭയമെന്നും എന്നെ പരിരക്ഷിക്കണമേ. മരണം നടയുമ്പോൾ എന്നെ അങ്ങു വിളിക്കണമേ. നിൻ തിരുസവിധം പോകാൻ എന്നെ കൽപ്പിച്ചരുളണമേ. സകല വിശുദ്ധരുമൊന്നാം നിന്നെ സദനം വാഴ്ത്തിടുവാൻ. നാളത്തെ ദിവ്യവെള്ളി രാവിലെ 6:45 ശനിയാഴ്ചത്തെ ദിവ്യവെള്ളി രാവിലെ 6:45 നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ജീവദായകമായി കൃപ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ ദാനത്തിൽ എപ്പോഴും ഞങ്ങളുടെ അഭിമാനം കൊള്ളാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. രാജാക്കന്മാരുടെ രാജാവി നിന്റെ രാജ്യം വരീണമേ. നേതാക്കന്മാരുടെ നേതാവി നിന്റെ നന്മ നിറയണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കരലയിലും കാന്തരിയിലും കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ക്രിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കേണ്ടത് തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.